മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നി പറഞ്ഞതിലൊന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. രണ്ടു നാലു നടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും. ബ്രഹ്മവാദിയായിച്ച ഏറുമ്പോളം കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്ക എന്നതു ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിനു മേളുതല്ല നിർണയം. ദിക്പാലന്മാരും ഔവണ്ണമോരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടും കളിക്കുന്നതിങ്ങനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളോടുങ്ങി മനസ്സിൻ്റെ പരിപാകവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു. സുകൃതം ചെയ്തു മേൽപോട്ടു പോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം. സത്കർമ്മം കൊണ്ടു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. സുഹൃതങ്ങളുമൊക്കെയൊടുങ്ങുമ്പോൾ പരിപാകവുമെള്ളോളമുള്ളവർ പരിച്ചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നൊര ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ